കേരളത്തിലെ അറിയപ്പെടുന്ന കഥയെഴുത്തുകാരിൽ ഒരാളാണ് എ.എം. മുഹമ്മദ്. പ്രവാസി എഴുത്തുകാരനുള്ള പുരസ്കാരമൊക്കെ നേടിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ. സാധാരണ അദ്ദേഹം അങ്ങനെയൊന്നും എഴുതുന്ന ആളല്ല. ജാമിദ എന്ന കാളകൂട വായാടിയെ നിഗ്രഹിക്കാൻ ഷെഫീന എന്നൊരു ദേവതാ ജന്മം ഉണ്ടായിരിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത്. സംഗതി അത് കാളകൂടമാണോ ഇത് ദേവതയാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കുന്നതിന് മുമ്പ് അത്രമേൽ വലിയ ഒരാത്മീയ ജീവി ഒന്നുമല്ലാത്തൊരു മനുഷ്യൻ പോലും ഈ പറയുന്ന ജാമിദ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരാളിൻ്റെ ഈ വിദ്വേഷവും തെറിപ്രയോഗവും കേട്ട് കുഴഞ്ഞതിൻ്റെ ഒരു ആശ്വാസമാണ് ഏതാണ്ട് അതേ ഭാഷയിൽ ജാമിദയ്ക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഷെഫീന ചെയ്യുന്നതിൻ്റെ ആശ്വാസം ഈ എ.എം. മുഹമ്മദ് എന്ന് പറയുന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. അതെ, കഴിഞ്ഞ ദിവസവും ഈ പറഞ്ഞ ഷെഫീന നമ്മുടെ ജാമിദയ്ക്കിട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ഒരു സുഹൃത്ത് എനിക്ക് ഫോർവേഡ് ചെയ്ത് തരികയുണ്ടായി. സത്യത്തിൽ ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവർ നമ്മൾ വിചാരിക്കുക അവർക്കെന്തോ സവിശേഷമായി പഠിച്ചതുകൊണ്ട്, മനസ്സിലാക്കിയതുകൊണ്ട്, അനുഭവിച്ചതുകൊണ്ട് എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെ അല്ല എന്നുള്ളതാണ്. ഈ ഷെഫീനെ പോലൊരു സ്ത്രീ ഇരുന്ന് ഇതിൻ്റെ സത്യാസത്യങ്ങൾ മുഴുവൻ ഉറക്കെ പിതാവിനെയും വളർന്ന സാഹചര്യവും പിന്നീട് അവിടെ മുതൽ ഒളിച്ചോടി വിവിധ സ്ഥലങ്ങളിൽ പോയതും അതിൽ ഓരോ ഘട്ടത്തിലും ജനിച്ച കുട്ടികളും അവർ ജീവിക്കുന്ന ജീവിതവും ഒക്കെ അതിൻ്റെ പച്ചയായ ഭാഷയിൽ, അവർ തന്നെ ഭാഷയിൽ, അവർക്ക് മാത്രം പ്രയോഗിക്കാൻ കഴിയുന്ന ഭാഷയിൽ അവർ അടുക്കി പറയുന്നത്. അത് ഓരോന്നും അടുക്കി പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുക എന്താണെന്നറിയോ? ഇവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇവരിതിൽ നിന്നൊക്കെ എല്ലാവരും മാറി വിട്ടുനിന്ന് എന്തൊക്കെയോ ആണ് എന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെയല്ല. നമ്മുടെ സമൂഹത്തിൽ ചില സവിശേഷമായ, നമ്മൾ മോശമാണെന്ന് കരുതുന്ന ചില പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. സ്കാവഞ്ചിങ്, ഈ സെപ്റ്റേജ് ക്ലീനിങ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ അവരത് ചെയ്യാൻ നിർബന്ധിതമാകുന്നത് അവരുടെ വരുമാനത്തിന് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയ സെപ്റ്റേജിങ് നടത്തുന്ന ജാമിദയും ഒക്കെ ചെയ്യുന്നത് അവർക്കെന്തെങ്കിലും ഒരു വരുമാനം കിട്ടുന്നതിന് വേണ്ടി ആരെ വിളിച്ചാലാണ്, ആരെ തെറി വിളിച്ചാലാണ് പറ്റുന്നത് എന്ന് വെച്ചാൽ അതേ ഭാഷയിൽ അതേ നാണയത്തിൽ തെറി വിളിക്കുന്നു എന്നുള്ളതല്ലാതെ അവരെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ, അതായത് ഞാൻ ആരാണ്, ഞാൻ എന്തൊക്കെയായിരുന്നു എൻ്റെ ജീവിതം, ഞാൻ എങ്ങനെയൊക്കെയായിരുന്നു, ഏതൊക്കെ മേൽവിലാസമാണ് എനിക്കുള്ളത്, എൻ്റെ ഇപ്പോഴത്തെ കുടുംബ സാഹചര്യം എന്താണ്, ഇതൊന്ന് തുറന്നു പറയാൻ കഴിയാത്തവണ്ണം വെറും തെറി മാത്രം പറയുമ്പോൾ അത് കണ്ട് ആവേശം കൊള്ളുന്ന കുറേ മനോരോഗികളുടെ സാന്നിധ്യം നൽകുന്ന സന്തോഷത്തിലാണ് ഇവരെല്ലാവരും എന്നതാണൊരു സത്യം. അതിൻ്റെ ഭാഗമാണ് ഈ കാണിച്ചു കൂട്ടുന്ന സംഗതികളൊക്കെയും. ഏതായാലും ഷെഫീന വളരെ കൃത്യമായി ഇതിനകത്ത് ആളുകളുടെ പേര് പറഞ്ഞ്, അവരുടെ പിതാക്കന്മാരുടെ പേര് പറഞ്ഞ്, അവർ ജീവിച്ച സാഹചര്യങ്ങൾ പറഞ്ഞ്, അവരോടൊപ്പം കല്യാണം കഴിച്ചതും അല്ലാതെയുമായി ജീവിച്ച ആളുകളുടെ എണ്ണം എണ്ണി പറഞ്ഞ്, അതിൽ ഓരോന്നിലും ജനിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം എണ്ണി പറഞ്ഞാണ് അവർ പറയുന്നത്. പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കരമായ ഒരു 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 ഇറിറ്റേഷനൊക്കെ തോന്നിപ്പോവും. പക്ഷേ ഇതാരെയാണോ പറയുന്നത് ആ ആൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടാൽ, അവരുപയോഗിക്കുന്ന ഭാഷ കേട്ടാൽ ഈ പറയുന്നതാണ് ശരിക്കും തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഓരോ അസുഖത്തിനുമുള്ള അതത് ഔഷധം എന്ന് പറയുന്നത് പോലെ, ഉഷ്ണേന ശാന്തി എന്ന് പറയുന്നത് പോലെ നൽകുന്നത് എന്ന് നമ്മൾ തോന്നിപ്പോകും. ഏതായാലും ആ വീഡിയോയും കാണേണ്ടതാണ്.